ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് എഗ് ലെയർ വെള്ളയപ്പം. സാധാരണ നമ്മുടെ കേരളയുടെ ഒരു സ്പെഷ്യലാണ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ വെള്ളയപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ എഗ് ലെയർ എന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യം വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടത്, പിന്നെ ഒരു ബൗൾ ചോറ്, വെന്ത ചോറ്, പിന്നെ ഒരു ബൗൾ തേങ്ങ. ഇത്രയും സാധനങ്ങളാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി നമ്മൾ കുതിർത്തത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച ചോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓരോന്നും ചേർത്തിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അതും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഒരു ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്തിട്ട് അതും ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു അര സ്പൂണ് ഈസ്റ്റ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു 3 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ സെറ്റാക്കാൻ വയ്ക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ മുട്ടയും അപ്പത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് അതും ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഇനി എഗ് ലെയർ അപ്പത്തിന് വേണ്ടത് 2 അപ്പവും 3 ലെയർ മുട്ടയും അപ്പത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ അപ്പം ചുടുന്ന ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യം വേണ്ട 2 ലെയർ അപ്പം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. സാധാരണ നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എഗ്ഗ് ലെയറാക്കി നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത്. കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇത്തിരി നല്ല ഇഷ്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ 2 അപ്പം ഉണ്ടാക്കുക. ഓക്കെ, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് അടിച്ചത് അതും ഇതുപോലെ തന്നെ 3 ലെയറാക്കി നമ്മൾ ഉണ്ടാക്കണം. എങ്കിലേ നമുക്ക് ആ അപ്പം എഗ് ലെയർ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ മുട്ടയും നമുക്ക് 3 ലെയറാക്കി ഇതേപോലെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ എഗ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ അപ്പം ചുടുന്ന അതേ രീതിയിൽ തന്നെയാണ് എഗ്ഗും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പത്തിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ വേണം എഗ്ഗും ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഓരോ ലെയറിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഒരു തക്കാളി കറി ഉണ്ടാക്കിയതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി കറി അടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും ഇവിടെ തക്കാളി, പച്ചമുളക്, സവാള, ഉപ്പ്, എണ്ണ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗൾ എടുക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കുക.
നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനിടയ്ക്ക് നമ്മൾ ചേർക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഏകദേശം ഇതേ രീതിയിലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അപ്പം ചുട്ട അതേ ബൗൾ തന്നെ എടുക്കുക. നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു തീ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ചെറിയ സിമ്മിലിട്ടിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ ലെയർ അപ്പം വയ്ക്കുവാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത മുട്ടയുണ്ടല്ലോ, അത് ഈ അപ്പത്തിൻ്റെ പുറത്തോടി ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ മുട്ട അപ്പത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയത് അത് നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇത് സാധാരണ എല്ലാ ഐറ്റംസൊന്നും ഒട്ടിച്ചേരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളുണ്ടാക്കിയ തക്കാളി കറി ഈ മുട്ടയുടെ മീതെ നമ്മൾ ഈ തക്കാളി കറി ഇങ്ങനെ നമ്മൾ ഇതേ രീതിയിലൊന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ അപ്പം ഇതിൻ്റെ മീതെ നമുക്കിതുപോലെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെയും നമുക്കിതുപോലെ ഈ തക്കാളി കറി വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് പുരട്ടി കൊടുക്കുക. സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ലെയർ മുട്ടയും കൂടി നമ്മൾ ഇതിൻ്റെ മീതെ വെക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മീതെ നമ്മൾ ഇതുപോലെ തക്കാളി കറി ബാക്കി വന്നത് അതും കൂടി നമ്മളിതിൻ്റെ മീതെ നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മളിവിടെ 2 മുട്ട പൊട്ടിച്ചത് 3 ലെയർ എഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടാവും. അഥവാ ബാക്കി തികയുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു മുട്ടയും കൂടി ഇതുപോലെ എടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. കാരണം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മുട്ടയുടെയും അപ്പത്തിൻ്റെയും സൈഡിൽ കൂടിയും മേളിൽ കൂടിയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ മുട്ട മിക്സ് ചെയ്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എങ്കിലും നമുക്ക് അടുത്ത രണ്ടാമത്തെ അപ്പം വയ്ക്കുമ്പോൾ എല്ലാം നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ ലെയർ അപ്പമാണ് വെക്കുന്നത്. ഇത് അവസാനത്തെയാണ് നമ്മൾ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പൊട്ടിച്ച മിക്സ് ചെയ്ത ഈ മുട്ട സൈഡിൽ കൂടി വേണം നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ. ചെറിയ തീയിൽ വേണം നമ്മളിത് വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പം അങ്ങ് കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ട എല്ലാ സൈഡും ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം മുട്ട നമ്മൾ വെന്ത് കഴിയുമ്പോൾ തന്നെ ഈ അപ്പം എല്ലാം നന്നായിട്ട് ഒട്ടിച്ചേർന്നിട്ടുണ്ടാകും. ഓക്കെ, നമ്മൾ അപ്പോൾ ഒരു സൈഡ് വന്ന് നമ്മളതിനെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മറിച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒന്നുകൂടി ഈ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിഭാഗത്തുള്ള ഇതും കൂടി നന്നായിട്ടൊന്ന് ഒട്ടി എന്നിട്ട് നമ്മൾ അതും അടച്ചൊന്ന് ചെറിയ തീയിൽ വയ്ക്കുക. ഓക്കെ, നമ്മുടെ അപ്പം ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതേ രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ടോ. എൻ്റെ അകംഭാഗമൊക്കെ നല്ല ലെയറിൻ്റെ രീതിയിലുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്
ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും ഈ ഡിഷ് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സാധാരണ നമ്മൾ വെള്ളയപ്പവും മുട്ടക്കറിയും കഴിക്കുന്ന രീതി തന്നെയാണ്, പക്ഷെ നമ്മൾ വേറെ രീതിയിലൊന്നും ഉണ്ടാക്കുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യുക. എൻജോയ്. സീ യു നെക്സ്റ്റ് ടൈം.